ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ ഡിസൈനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചെയ്യുന്ന മെറ്റീരിയൽ സിൽക്കി കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ സിൽക്കി കോട്ടൺ മെറ്റീരിയലിൽ ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ ചിലവർ പറയുന്നുണ്ട് തയ്ക്കുമ്പം ഒരേ ചില മെറ്റീരിയലൊക്കെ ഇങ്ങനെ പിഞ്ചി പോകുന്നു ഫ്രെയിം ഇടുമ്പോൾ. അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഒരു പുതിയ സ്റ്റിച്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ ഡിസൈനും പുതിയ സ്റ്റിച്ചുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പം എന്നത്തെ പോലെ ഇന്നത്തെ വീഡിയോയുടെ അവസാനം നമ്മൾ ഈ ഒരു ഡിസൈനിൻ്റെ ബ്ലൂ പ്രിന്റ് ഉണ്ടാകും. അപ്പം ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കണ്ടു നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടു നോക്കാം. നമ്മൾ ഇന്നൊരു പിങ്ക് കളർ സിൽക്കി കോട്ടയിലാണ് ഡിസൈൻ വരയ്ക്കാൻ പോണത്. സിൽക്കി കോട്ടയിൽ ഡിസൈൻ വരയ്ക്കുമ്പോൾ ചെക്ക് കോട്ട അല്ലെങ്കിൽ ഓർഗൻറ്റി മെറ്റീരിയലിൽ വരയ്ക്കണവരെയല്ല, സിൽക്കി കോട്ടയിൽ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. ഡിസൈൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഇങ്ങനെ സ്ട്രൈപ്സ് ഉള്ളതുകൊണ്ട് ഒരു തടിപ്പുള്ളതുകൊണ്ട് വരയ്ക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ സിൽക്കി എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ തെന്നി പോവും, ഒരിടത്തിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഡിസൈൻ താഴെ വെച്ചിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ഈസിലി കാണാം. അതുകൊണ്ട് നമുക്ക് അടിയിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. ഈ ഒരു ഡിസൈനിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5.5 ഇഞ്ച് ലെങ്ത്താണ് ഈ ഒരു ഡിസൈനിന് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് തുണിയുടെ അടിയിൽ വെച്ചിട്ട് നമ്മൾ വരയ്ക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകണം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അടിയിൽ ഒരു റിജിഡായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഡിസൈനൊക്കെ വളരെ നല്ലോണം സീ ത്രൂ ആയതുകൊണ്ട് നമുക്ക് നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ നേരത്ത് ഇങ്ങനെ തെന്നിപ്പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് കൈയും സ്ട്രെച്ച് ചെയ്ത് നല്ലോണം വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ക്ലോത്ത് വെച്ചിട്ട് വെയിറ്റുള്ള സാധനം രണ്ട് സൈഡിലും വെച്ചിട്ട് ഡിസൈൻ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുണി മാറിപ്പോയിട്ട് വരയ്ക്കുന്ന പടം തെറ്റിപ്പോകത്തില്ല. അപ്പോൾ നല്ലോണം വലിച്ചിട്ട് വെയിറ്റുള്ള സാധനം അപ്പുറത്തെ രണ്ട് സൈഡിലും വെച്ചിട്ട് വേണം ഡിസൈൻ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഇങ്ങനെ പിന്നെ വരയ്ക്കാം സുഖമായിട്ട്. അപ്പം അങ്ങനെ ഞാൻ വരച്ച് വെച്ചേക്കുന്നതാണ്. ഇവിടെ ഒരു ഡിസൈൻ ഞാൻ ഇതുവരെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് വേണം നമുക്ക് തയ്ക്കാൻ. നമുക്ക് നല്ലോണം ഫ്രെയിം വലിച്ച് തന്നെ ഫ്രെയിം ഇടുക, അല്ലാണ് വൃത്തിയാവത്തുള്ളൂ. അപ്പോൾ ഇത് ഫ്രെയിം ഇടാൻ നേരത്ത് ചിലവർ പറയുന്നുണ്ട് ഇങ്ങനത്തെ മെറ്റീരിയലിൽ പിഞ്ചിയ പാട് വരുന്നുണ്ട് ഫ്രെയിം ഊരുമ്പോൾ. അതിന് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ സെല്ലോ ടേപ്പ്, ഇതിപ്പോൾ ഞാനിവിടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. ഇങ്ങനെ സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. ഒരു റിങ്ങിൽ മാത്രം, താഴെ വയ്ക്കുന്ന റിങ്ങിൽ മാത്രമാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 റിങ്ങിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചെന്ന് വെച്ച് കുഴപ്പമില്ല. ഇത് ഒട്ടിച്ചു എന്ന് വെച്ചിട്ട് പൂർണ്ണമായിട്ടും പിഞ്ചിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പൊന്നുമില്ല. നമ്മൾ അത് അനുസരിച്ച് പയ്യെ തന്നെ വേണം തുണി പിന്നെ വലിച്ചിടാനായിട്ട്. മുറുക്കെ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ പിഞ്ചിൽ വരാൻ ചാൻസ് പിന്നെയും ഉണ്ടാകും. കുറയ്ക്കും എന്നേ ഉള്ളൂ, ഇത് പൂർണ്ണമായി ഇല്ലാതെയാക്കും എന്ന് ഞാൻ പറയുന്നില്ല. അല്ലാണ്ട് വുഡൻ ഫ്രെയിം അല്ലാണ്ട് ഇടുന്ന വെച്ച് പിഞ്ചുന്നത് അത്ര പിഞ്ചത്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ അടിയത്തെ ഫ്രെയിമിൽ മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, മേലത്തെ ഫ്രെയിമിൽ ഞാൻ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ 2 ഫ്രെയിമിലും ചെയ്യാം. ഇത് സെല്ലോ ടേപ്പിന് പകരം നോർമൽ കോട്ടൺ തുണിയാണെങ്കിലും ഒന്ന് ചുറ്റി വെച്ചാൽ മതി. അപ്പോൾ തുണി ചുറ്റുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ കട്ടി കൂടും. അപ്പോൾ ഈ 2 ഫ്രെയിമും കൂടെ കുറേ സ്ക്രൂ ലൂസൻ ചെയ്താലാണ് നമുക്ക് സ്ക്രൂ ഒത്തിരി ലൂസ് ചെയ്താലായിരിക്കും നമുക്ക് പിന്നെ ഇടാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്നോടെയും കുറച്ചും കൂടെ ഡാർക്കൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ലോണം വലിച്ചു വെച്ചിട്ട് വേണം ഡിസൈൻ വരയ്ക്കാൻ, അല്ലെങ്കിൽ ഇത് തെന്നിപ്പോകുന്നു. അങ്ങനെയുള്ള കാര്യത്തിന് വേറൊരു എളുപ്പ മെത്തേഡും കൂടെ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രെയിം ടൈറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ഡിസൈൻ വെച്ചിട്ട് വരച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വരച്ചാലും എളുപ്പത്തിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ തെന്നി പോകുമെന്നുള്ളൊരു ബുദ്ധിമുട്ട് വരത്തില്ല, അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരത്തില്ല. ഇത് ഫ്രെയിം ഇട്ട് വലിച്ചെടുക്കണം, അങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ നോർമലി തുണിയിൽ എല്ലാ ഡിസൈനും വരയ്ക്കുന്നത് ഫ്രെയിം ഇടാണ്ട് മുമ്പേ തന്നെ എല്ലാ ഡിസൈനും വരച്ചിട്ടാണ് ഫ്രെയിം ഇട്ടിട്ടാണ് തയ്ക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്ത് ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യാം.
അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് തയ്ക്കാൻ പോകുന്നത് ആദ്യം തന്നെ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെമ്മും ഫ്ലവേഴ്സൊക്കെ തയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഡിസൈൻ ചെയ്യാനായിട്ട് 2 കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആങ്കറിൻ്റെ ത്രെഡ്സ് തന്നെയാണ്. ഒന്ന് 143 പൂവിന് തയ്ക്കാനായിട്ട്, പിന്നെ ലീവ്സ് തയ്ക്കാനായിട്ട് 257. ഈ 2 കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 3 സ്ട്രാൻഡ്സ് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റെം തയ്ക്കുന്നത്. സ്റ്റെമ്മും ലീഫും എല്ലാം തയ്ക്കുന്നത് 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റെം തയ്ക്കാൻ ഞാൻ സ്റ്റെം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് എനിക്ക് ഈ ലീവ്സ് രണ്ടും തയ്ച്ച് തീർക്കാം. എന്നിട്ട് പിന്നെ ഇൻഡിവിജ്വലായിട്ട് ഈ ഓരോ ഫ്ലവറിൻ്റെ അടുത്തുള്ള സ്റ്റെം തയ്ക്കാം. അപ്പോൾ അത് ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇവിടെ നിന്നാണ് തയ്ക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് തയ്ച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ച് പോകാനായിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ. അപ്പം എല്ലാവർക്കും സ്റ്റെം സ്റ്റിച്ച് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെയും കാണിച്ചു തരാം എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ്. 3 സ്ട്രാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് ദൂരത്തിൽ ആയിട്ട് കുത്തിയെടുക്കുക. എപ്പോഴും ത്രെഡ് റൈറ്റ് സൈഡിലാണ് എപ്പോഴും ത്രെഡ് വെക്കേണ്ടത്. നീഡിലിൻ്റെ റൈറ്റ് സൈഡിൽ വെക്കുക, എന്നിട്ട് വലിച്ചെടുക്കുക. വീണ്ടും റൈറ്റ് സൈഡിൽ തന്നെ ത്രെഡ് വെക്കുക, ഇതുവരെ വലിച്ച് കുത്തിയെടുക്കുക. ഇങ്ങനെയാണ് സ്റ്റെം സ്റ്റിച്ച് വൃത്തിയായിട്ട് തയ്ക്കണമെങ്കിൽ ഇങ്ങനെ വേണം തയ്ക്കാനായിട്ട്, എപ്പോഴും ഒരു ഡയറക്ഷനിൽ തന്നെ. ഇതുപോലെ ഫുള്ളും നമുക്ക് ഈ ഒരു സ്റ്റെം മുഴുവനും നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം. കുറച്ച് ഡിസ്റ്റൻസ് വേണമെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് എടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് എടുക്കുമ്പോഴാണ് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എളുപ്പം തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ധൃതിയാണല്ലോ. അപ്പോൾ എളുപ്പം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഡിസ്റ്റൻസ് ഇങ്ങനെ എടുക്കും. അപ്പോൾ അതിനൊരു ഫിനിഷിങ് കിട്ടത്തില്ല. എപ്പോഴും കുറച്ച് ഡിസ്റ്റൻസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിപ്പോൾ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് ഈ ഒരു സൈഡ് സ്റ്റെം മുഴുവൻ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലീവ്സ് ആണ് തയ്ക്കേണ്ടത്. ലീഫ് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡ് ഫില്ലിങ്ങും ഒരു സൈഡ് ഫ്രീ ആയിട്ടുമാണ് ഇടുന്നത്. അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ലീഫ് ആദ്യം തയ്ച്ചിട്ട് അത് തന്നെ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഫില്ല് ചെയ്യണത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുപ്പിച്ച് തന്നെ തയ്ക്കുക. നമ്മൾ ചെയിൻ സ്റ്റിച്ചൊക്കെ തയ്ക്കത്തില്ലേ, ആര്യ വർക്ക്, അതുപോലെ തന്നെ ഇതും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റെം തയ്ച്ചു കഴിഞ്ഞിട്ട് ഇനി ലീഫിലോട്ടാണ് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഒരു ലീഫിൻ്റെ ഈ സൈഡാണ് ഫില്ല് ചെയ്യണമെങ്കിൽ അടുത്ത ലീഫിൻ്റെ ഈ സൈഡായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ അടുപ്പിച്ച് ഫില്ല് ചെയ്ത ഏരിയ വരത്തില്ലേ. അപ്പോൾ അങ്ങനെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ സ്റ്റെം സ്റ്റിച്ച് വെച്ച് തന്നെ തയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയിൻ സ്റ്റിച്ച് ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയാണ് തീർന്നത്. അപ്പോൾ കുത്തിപ്പോക്കുന്നതും സെയിം പോയിന്റിൽ തന്നെ കുത്തിയെടുക്കാണ്ട് നോക്കുക. ഇതുപോലെ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് ഈ ലീഫിൻ്റെ ഈ ഔട്ട്ലൈൻ ഫുള്ളും എടുക്കുക. അതുപോലെ തന്നെ ഈ പാർട്ടീഷനും സ്റ്റെം സ്റ്റിച്ച് വെച്ച് നമ്മൾ തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ലീഫിൻ്റെ ഔട്ട്ലൈൻ നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ലീഫിൻ്റെ ഇവിടെയാണ് ഫില്ല് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ ഈ സൈഡ് എവിടെ നിങ്ങൾ തീരുന്നതെന്ന് വെച്ചാൽ ആ ഒരു എൻഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് തൊട്ടടുപ്പിച്ച് തന്നെ ഇതുപോലെ തന്നെ തൊട്ടടുത്തടുത്ത് തന്നെ നമ്മൾ ചെയ്യണം ഈ സ്റ്റെം സ്റ്റിച്ച്. ഈ ഒരു പോയിന്റിൽ നിർത്തി നമ്മൾ അടുത്ത സൈഡിലോട്ട് പോവുകയാണ്. ഇത് ഇങ്ങനെ ചെയ്ത് അപ്പുറം ഇപ്പുറം ചെയ്ത് ഫുള്ള് നമുക്ക് ടൈറ്റ്ലി ഇത് പാക്ക് ചെയ്ത് വെക്കണം. നല്ല തിക്കായിട്ട് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ച് ലീഫ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് വന്നത്, ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നത്. നമുക്കിനി ഫ്ലവറാണ് തയ്ക്കേണ്ടത്. ഫ്ലവർ നമ്മൾ തയ്ക്കുന്നത് പാഡഡ് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ അത് തീരെ കുഞ്ഞ് ഫ്ലവറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 2 വട്ടം ബൂളിയൻ നോട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ബേസിൽ നമ്മളൊരു ബൂളിയൻ നോട്ട് ചെയ്യുവാണ്. അത് ഇതുപോലെ
ഫ്ലവറിൻ്റെ നടുക്കേ കൂടെ. ഇങ്ങനെയാണെങ്കിലും ചെയ്യാം, ഞാൻ പക്ഷേ ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു 3 എണ്ണം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വട്ടം ചെയ്യുവാണെങ്കിൽ ഒരു 2 എണ്ണം ചെയ്താൽ മതി എൻ്റെ ഒരു ഫ്ലവറിൻ്റെ സൈസ് അനുസരിച്ച്. അപ്പോൾ ഇത് ആദ്യം ബേസിൽ ഏറ്റവും താഴെ കുഞ്ഞൊരു ബൂളിയൻ നോട്ട് നമുക്ക് ചെയ്യാം. അത് ഞാൻ 5 ചുറ്റാണ് ചുറ്റുന്നത്. 5 ചുറ്റി വലിച്ചെടുത്ത് അവിടെ നമുക്ക് നല്ലോണം ടൈറ്റായിട്ട് വലിച്ചെടുത്തിട്ട് അവിടെ വയ്ക്കാം. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ, ഡിസൈൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ചെയ്യുന്നത്, പുറത്തോട്ട് പോകരുത്, ഉള്ളിൽ തന്നെ. അടുത്തത് മേളിലായിട്ട് ഇതിൻ്റെ ഇവിടം വരെയാണ് ഫ്ലവറിൻ്റെ ഡിസൈൻ ഉള്ളത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ബുളിയൻ നോട്ട് വേറെ ഒരെണ്ണം ചെയ്യുകയാണ്. ഇത്തിരി ഗ്യാപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അടുപ്പിച്ച് ചെയ്യണമെന്നില്ല. ഇച്ചിരി ഗ്യാപ്പ് വന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് ഒരു 12-13 വട്ടമാണ് ചുറ്റിയേക്കുന്നത്. ഇത് ഞാൻ വൂളിയൻ നോട്ട് ചെയ്യാനായിട്ട് ഈ ത്രെഡ് 6 സ്ട്രാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ച് തയ്ക്കാനായിട്ട് നമ്മൾ 3 സ്ട്രാൻഡ്സുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 ബൂളിയൻ നോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ അത് സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന്, ബേസിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, സെൻറ്റർ പോയിൻറ്റിൽ നിന്ന്. ഇനി നമ്മൾ ഡിസൈൻ എവിടെയാണ് വരച്ചേക്കുന്നത് അതിൻ്റെ മേളിൽ കൂടെ തയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ ചെയ്യുമ്പം നമുക്ക് നല്ല എംപോസ് ചെയ്തിട്ടുള്ള സാറ്റിൻ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ ഫ്ലവറിനൊക്കെ ഒരു 3D എഫക്റ്റ് നമുക്ക് കിട്ടും. അടുപ്പിച്ച് തന്നെ തയ്ക്കണം. താഴെയുള്ള ബൂളിയൻ നോട്ട് കാണാൻ ഇടവരരുത്. അപ്പോൾ അതുപോലെ അടുപ്പിച്ച് വേണം തയ്ക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ പാഡഡ് സാറ്റിൻ സ്റ്റിച്ച് തയ്ച്ചു. ഇനി ആ ഫ്ലവറിൻ്റെ മേളിലായിട്ട് കുറച്ച് ഫ്രഞ്ച് നോട്ട്, ഒരു 3 ഫ്രഞ്ച് നോട്ട് നമ്മൾ തയ്ക്കുന്നുണ്ട്. 2 ചുറ്റിയിട്ടാട്ടോ നമ്മൾ ഫ്രഞ്ച് നോട്ട് തയ്ക്കണേ. അല്ലെങ്കിൽ 12 സ്ട്രാൻഡ്സ് എടുത്തിട്ട് തയ്ച്ചാലും മതി. ഇവിടെ ഞാൻ 6 സ്ട്രാൻഡ്സ് എടുത്തിട്ട് 2 ചുറ്റിയിട്ടാണ് താത്തുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ഫ്രഞ്ച് നോട്ടും നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ബൂളിയൻ നോട്ട് ചെയ്യണോ, അതിൻ്റെ മേലിൽ കൂടെ സാറ്റിൻ സ്റ്റിച്ച്, അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് നോട്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഫ്ലവർ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ബാക്കിത്തെ എല്ലാ ഫ്ലവേഴ്സും നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. സ്റ്റെം സ്റ്റിച്ച് എല്ലാം ഇതുപോലെ വരും. അടുപ്പിച്ച് തയ്ച്ചേക്കുന്ന സ്റ്റെം സ്റ്റിച്ച് ഇതുപോലെ വരും. അതുപോലെ തന്നെ സാറ്റിൻ സ്റ്റിച്ചിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ നോർമൽ സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കുന്ന മാതിരിയാണ് അതും വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ നമുക്ക് നോട്ട് ഇട്ടെടുക്കാം. എന്നിട്ട് ബാക്കിയത്തെ ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഈ ഒരു ഡിസൈൻ ഇരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. നല്ല കളർ കോമ്പിനേഷനാണ്. പിങ്ക് ആൻഡ് ഡാർക്ക് ബ്ലൂ ആൻഡ് ലൈറ്റ് ഗ്രീൻ, ഒരു കളർ കോമ്പിനേഷൻ നല്ല തെറിച്ച് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് എംപോസ് ചെയ്തിട്ടുള്ള സാറ്റിൻ സ്റ്റിച്ച്, പാഡഡ് സാറ്റിൻ സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ തയ്ക്കാനും എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്ച്ച് തീർക്കാൻ പറ്റും. ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. കുഞ്ഞു ഫ്ലവേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് തയ്ച്ചു തരും. വലിയ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഒത്തിരി നൂലും കുറച്ചുകൂടെ സമയം എടുക്കും. നമുക്ക് ബൂളിയൻ നോട്ട് ഇപ്പോൾ 2 എണ്ണം തയ്ക്കുന്നതിന് പകരം 3-4 എണ്ണം തയ്ക്കേണ്ടി വരും. എന്നിട്ട് പിന്നെ സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കേണ്ടി വരും. ഇതിപ്പോൾ കുഞ്ഞു ഫ്ലവേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒരു ഡിസൈനിങ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഡിസൈൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചാണ്. ഇതിൻ്റെ ബ്ലൂ പ്രിൻറ്റ് വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാകും. വേണ്ടിയവർക്ക് പ്രിൻ്റ് ഔട്ട് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.